നമസ്കാരം. ഈ വർഷം നടന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ അതീവ രഹസ്യമായി സന്ദർശനം നടത്തിയെന്ന് വെളിപ്പെടുത്തൽ വരികയാണ്. പശ്ചിമേഷ്യയിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് ഈ വെളിപ്പെടുത്തൽ വഴി തുറന്നിരിക്കുന്നത്. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദുമായി നെതന്യാഹു കൂടിക്കാഴ്ച നടത്തിയെന്നും ഈ ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ചരിത്രപരമായ മുന്നേറ്റത്തിന് കാരണമായെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിലൂടെയാണ് അവകാശപ്പെട്ടത്. എന്നാൽ ഇസ്രായേലിന്റെ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ നെതന്യാഹുവിന്റെ സന്ദർശനം സംബന്ധിച്ച വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കി. അബുദാബിയുമായി ഇസ്രായേലിന് നിലവിലുള്ള ബന്ധം പരസ്യമാണെന്നും അത് എബ്രഹാം ഉടമ്പടിയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടുള്ളതാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്ത ഒരു സന്ദർശനവും നടന്നിട്ടില്ലെന്നും സുതാര്യമല്ലാത്ത യാതൊരു കരാറുകളിലും തങ്ങൾ ഏർപ്പെട്ടിട്ടില്ലെന്നും ആവർത്തിച്ചു. മാധ്യമങ്ങൾ കൃത്യതയും പ്രൊഫഷണലിസവും പാലിക്കണമെന്നും തെറ്റായ രാഷ്ട്രീയ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ആവശ്യപ്പെട്ടു. യുടെ നിഷേധക്കുറിപ്പ് പുറത്തുവന്നതിന് പിന്നാലെ നെതന്യാഹുവിന്റെ മുൻ വക്താവ് സിവ് അഗ്മോൻ സന്ദർശനം നടന്നുവെന്ന അവകാശവാദവുമായി രംഗത്തെത്തി. ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രധാനമന്ത്രിയുടെ ചരിത്രയാത്രയിൽ താനും ഒപ്പമുണ്ടായിരുന്നുവെന്നും രാജകീയമായ സ്വീകരണമാണ് അബുദാബിയിൽ നെതന്യാഹുവിന് ലഭിച്ചതെന്നും അദ്ദേഹം കുറിച്ചു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും കുടുംബാംഗങ്ങളും നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചതെന്നും വിമാനത്താവളത്തിൽ നിന്നും കൊട്ടാരത്തിലേക്ക് ഷെയ്ഖ് സ്വന്തം കാലാണ് നെതന്യാഹുവിനെ കൊണ്ടുപോയതെന്നും അഗ്മോൻ വെളിപ്പെടുത്തി. വരും തലമുറകൾ ചർച്ച ചെയ്യുന്ന അത്ര വലിയ വിജയമായിരുന്നു ആ സന്ദർശനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാർച്ച് 26 ഒമാൻ അതിർത്തിക്കടുത്തുള്ള അൽ ഐൻ എന്ന നഗരത്തിലാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 5 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ ചർച്ചകളിൽ നിർണായകമായ പല തീരുമാനങ്ങളും എടുത്തതായാണ് സൂചന. ഇറാനുമായുള്ള യുദ്ധസമയത്ത് ഇസ്രായേലിന്റെ 2 പ്രധാന രഹസ്യാന്വേഷണ ഏജൻസി തലവന്മാരും ഗൾഫ് രാജ്യത്ത് രഹസ്യ സന്ദർശനം നടത്തിയിരുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇറാനിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനുമുള്ള യുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ യാത്രകൾ. ഇസ്രായേലും യും തമ്മിലുള്ള സൈനികവും തന്ത്രപരവുമായ സഹകരണം യുദ്ധകാലത്ത് വർദ്ധിച്ചു എന്നതിന്റെ തെളിവായിട്ടാണ് നെതന്യാഹുവിന്റെ സന്ദർശന പ്രഖ്യാപനം കാണപ്പെടുന്നത്. അതേസമയം നെതന്യാഹുവിന്റെ ഈ വെളിപ്പെടുത്തലിനെതിരെ ഇറാൻ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെക്കുറിച്ച് തങ്ങളുടെ സുരക്ഷാ ഏജൻസികൾക്ക് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി പറഞ്ഞു. ഇസ്രായേലുമായി നീങ്ങുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇസ്രായേലുമായി സഹകരിക്കുന്നവർ അതിന് മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇത്രയും കാലം ഈ വിവരം എന്തുകൊണ്ട് ഇറാൻ പുറത്തുവിട്ടില്ലെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ലഭ്യമല്ല. 2020 എബ്രഹാം ഉടമ്പടിയിലൂടെ ബന്ധം സാധാരണ നിലയിലായതിനു ശേഷം നെതന്യാഹു യിൽ നടത്തുന്ന ആദ്യ സന്ദർശനമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. നേരത്തെ പലതവണ സന്ദർശനത്തിന് പദ്ധതിയിട്ടിരുന്നെങ്കിലും അവയൊന്നും പ്രായോഗികമായിരുന്നില്ല. 2022 ഡിസംബറിൽ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ഉടൻ അദ്ദേഹം അബുദാബി സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇസ്രായേൽ മന്ത്രി ഇതാമർ ബെൻ ഗ്വീർ ടെമ്പിൾ മൗണ്ട് സന്ദർശിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിഷേധം കാരണം ആ സന്ദർശനം റദ്ദാക്കുകയായിരുന്നു. നിലവിൽ പുറത്തുവന്ന ഈ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ പശ്ചിമേഷ്യയിലെ നയതന്ത്ര മേഖലയിൽ വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു വശത്ത് സന്ദർശനം ചരിത്രപരമായ വിജയമാണെന്ന് ഇസ്രായേൽ വാദിക്കുമ്പോൾ മറുവശത്ത് അത് നിഷേധിക്കുന്ന യുടെ നിലപാട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഭ്യന്തര ചർച്ചകളുടെ സ്വഭാവത്തെക്കുറിച്ചും നയതന്ത്ര സമ്മർദ്ദങ്ങളെക്കുറിച്ചും സംശയങ്ങൾ ഉയർത്തുന്നു.